Hi dear JEE aspirants. JEE എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതും നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാമിനേഷനിൽ നമ്മൾ മാക്സിമം പൊട്ടൻഷ്യൽ ഇട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ കോൺസെപ്റ്റിൻ്റെയും ക്രിസ്പായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഡെറിവേഷൻ്റെയും എൻഡ് ഇക്വേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. അതുമാത്രമല്ല ആ എൻഡ് ഇക്വേഷൻസിലെ ഓരോരോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഓരോരോ ടേംസുകൾ എന്താണെന്നും ആ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട കണ്ടീഷൻ എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓരോ ചാപ്റ്ററിനും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല ഒരു ചാപ്റ്റർ മൊത്തത്തിൽ റിവൈസ് ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ആ ചാപ്റ്ററിന് ചോദിക്കുന്നത്, അതുപോലെ എത്ര വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിന് വരാൻ സാധ്യതയുണ്ട്, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ചാപ്റ്റേഴ്സിന് വളരെ സ്ക്യൂസ്ഡ് ആയിട്ട് വളരെ കുറഞ്ഞ എഫേർട്ടിൽ കുറഞ്ഞ സമയം കൊണ്ട് റിവൈസ് ചെയ്യാനും പഠിക്കാനൊക്കെ സാധിക്കും. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യിക്കുന്ന സൈലത്തിൻ്റെ വൺ ഓഫ് ദ പ്രീമിയർ ഫീച്ചറാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ആ ചാപ്റ്റർ റിവൈസ് ചെയ്ത് അതിലത്തെ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതി വെക്കുന്ന ആ ഒരു റിവിഷൻ നോട്ട് അത് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളെ കയ്യിൽ തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ചാപ്റ്ററിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും ഓരോ കോൺസെപ്റ്റും വളരെ കൃത്യമായിട്ടൊരു ഫ്ലോ ചാർട്ട് പോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്ക്രൂ ഗേജിൻ്റെ പിച്ചിൻ്റെ ഇക്വേഷൻ, ആ പിച്ചിൽ നിന്ന് എങ്ങനെ ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ നമ്മൾ ഫൈനൽ റീഡിംഗ് കാണുന്നു. സോ ആ രീതിയിൽ ഒരു ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും റിവൈസ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയലാണ് സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ, ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ്റെ മൈൻഡ് മാപ്പ്, ഈ ചാപ്റ്റർ മൊത്തം പഠിച്ചതിൻ്റെ ശേഷം ഇതിലെ എല്ലാ പ്രധാനപ്പെട്ട ഇക്വേഷൻസും ആ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനും നിങ്ങൾ കൃത്യമായിട്ട് ഒരു റിവിഷൻ എന്ന പോലെ നിങ്ങൾ നോട്ട് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു ഷോർട്ട് നോട്ടാണ് ശരിക്കും മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ്. അപ്പം ഓരോ കോൺസെപ്റ്റും കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പം ബ്ലോക്ക് ഓൺ ബ്ലോക്ക് പ്രോബ്ലംസ്, കണക്റ്റഡ് ബോഡി പ്രോബ്ലംസ്, ഇതിൻ്റെ ഒക്കെ സിറ്റുവേഷൻ വൈസ് ഇക്വേഷൻസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. മാത്രമല്ല ഒരൊറ്റ ഷീറ്റിലെ ഒരൊറ്റ നോട്ടം കൊണ്ട് നമുക്ക് ആ ചാപ്റ്റർ മൊത്തം റിവൈസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു തരത്തിലുള്ള ക്രിസ്പായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് സ്റ്റഡി തന്നെയാണ് JEE മെയിൻ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ രീതിയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ ടോപ്പിക്സ് പഠിച്ച് നമുക്ക് മാക്സിമം സമയം പ്രൊഡക്റ്റീവായി യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഫേസിൽ തന്നെ നല്ലൊരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ട്രാൻസ്പോർട്ടേഷനും മറ്റൊരുപാട് കാര്യങ്ങൾക്കും സമയം വേസ്റ്റ് ചെയ്യാതെ മാക്സിമം സമയം പഠിക്കാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സൈലത്തിൻ്റെ പ്രീമിയർ പ്രോഗ്രാമാണ് ധീര ബാച്ച്. ഓൺലൈനായിട്ട് JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന സൈലത്തിൻ്റെ വൺ ഓഫ് ദ പ്രീമിയം കോഴ്സ് ധീര 2.0 ബാച്ചിൻ്റെ ബാച്ച് ഓറിയൻറ്റേഷൻ ഈ മാസം 5-ാം തീയതി നടക്കാൻ പോവാണ്. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും മുമ്പോട്ട് പോവുക, എന്തൊക്കെ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് അതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അടക്കം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കും ഈ ഓറിയൻറ്റേഷനിൽ. ദെൻ ഫസ്റ്റ് ക്ലാസ് 6-ാം തീയതി, ആദ്യ ക്ലാസ് 6-ാം തീയതി നടക്കാൻ പോവാണ്. സോ ഓൾറെഡി നമ്മൾ ലേറ്റ് ആണ്, ഇനി നമുക്ക് സമയം കളയാനില്ല, വേഗം തന്നെ നമുക്ക് പഠിച്ച് തുടങ്ങേണ്ടതുണ്ട്. സോ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 റുപ്പീസിൻ്റെ ഫീ റിഡക്ഷനും ഈ ധീര 2.0 ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ്. ധീര 1000 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഈ റിഡക്ഷൻ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. സോ അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാം ഗൈസ്. ഓൾ ദി ബെസ്റ്റ്.